Okay, now let's move to the second page, the next page. The wise men went to the king and said, "It's a grain of corn." At this, at this, the king was much surprised. He ordered the learned men to find out when and where such corn grew. The learned men pondered again and searched in their books, but could find nothing about it. So they returned to the king and said, "We can give you no answer. There is nothing about it in our books. You will have to ask the peasants. Perhaps some of them may have heard from their fathers when and where a grain grew to such a size." Let's go to the meaning. The wise men went to the king and said, okay, when they understood it's a grain of corn, they went to the king. രാജാവിൻ്റെ അടുത്ത് പോയിട്ട് രാജാവിനോട് പറഞ്ഞു, ഇറ്റ്സ് എ ഗ്രെയിൻ ഓഫ് കോൺ, ഇതൊരു ധാന്യമാണ്. At this the king was much surprised. Then king became much surprised. വല്ലാത്ത സർപ്രൈസ്ഡ് ആയി. He ordered the learned man to find out when and where such corn grew. Then he told to the learned man, to the wise man, to find out where and when such corn grew. എപ്പോൾ എവിടെയാണ് ഇങ്ങനത്തെ ഇത്ര വലിയ കോൺ ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. The learned man pondered again and searched in their books. Pondered means think, ചിന്തിച്ചു. So the learned man pondered again. The wise man, they thought about it again. വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചു. And searched in their books. ഒക്കെ വലിയ വലിയ പുസ്തകത്തിലൊക്കെ സെർച്ച് ചെയ്തു. But could find nothing about it. They could not find anything about it. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. So they returned to the king and said, രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ട് പറഞ്ഞു, we can give you no answer. Sorry king, we have no answer to give you. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എപ്പോഴാണ് എവിടെയാണ് ഉണ്ടായത് എന്ന്. There is nothing about it in our books. നമ്മുടെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. You will have to ask the peasants. Peasants means farmers. കൃഷിക്കാരോട് ചോദിച്ചാൽ you may get the answer. മനസ്സിലാക്കാൻ പറ്റും. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. ഓക്കെ, ഫാമേഴ്സ് കൃഷിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും. ഒരു പക്ഷേ അവരുടെ പിതാക്കന്മാരിൽ നിന്നും ഗ്രാൻഡ് പാരൻസിൽ നിന്നും കേട്ടിട്ടുണ്ടാകും എപ്പോഴാണ് ഇത്ര വലിയ സൈസിലുള്ള കോണ് ഉണ്ടായത് എന്ന് അവർക്കറിയാൻ പറ്റും. സോ ഇറ്റ്സ് ബെറ്റർ ടു ആസ്ക് ടു ദി പെസൻസ്, ടു ദി ഫാമേഴ്സ്. സോ ദർ യു ക്യാൻ സി എ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലേൺഡ് മെൻ ഫെയിൽഡ് ടു ഫൈൻഡ് ആൻ ആൻസർ അബൌട്ട് ദ കോൺ. അവർക്ക് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ. വാട്ട് ഡു യു തിങ്ക് ദ കിങ് വുഡ് ഡു നെക്സ്റ്റ്? സോ കിങ് ഇനി എന്താണ് ചെയ്യാൻ പോവുക? ഓഫ് കോഴ്സ് ഹി വിൽ ഫൈൻഡ് സം ഓൾഡ് പെസൻസ്, ഓൾഡ് ഫാമേഴ്സ് അല്ലേ, ആ നാട്ടിലുള്ള കൃഷിക്കാരെ കണ്ടെത്തിയിട്ട് അവരോട് ചോദിക്കും. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പേജ്. So the king gave orders that some very old peasants should be brought before him. So king order കൊടുത്തു. എന്താ ഓർഡർ കൊടുത്തത്? Very old peasants should be brought before him. ഏറ്റവും വയസ്സായ പെസൻസ്, ഫാർമേഴ്സിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ കൊടുത്തു. His servants found one such man and brought him to the king. Okay, servant found one old peasant. Then they brought the old peasant to the king. രാജാവിൻ്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവന്നു. He was old and bent. He was really old and bent. നല്ല വയസ്സുണ്ട്. ബെൻഡ് മീൻസ് വളഞ്ഞിട്ടുള്ളത്. Pale and toothless. He was pale. മുഖമൊക്കെ ഇങ്ങനെ വിളറിയിട്ടുണ്ട്, ചുക്കി ചുളഞ്ഞിട്ടുണ്ട്. Toothless means he has no teeth at all. അദ്ദേഹത്തിന് പല്ലുകളില്ല. He could just manage to totter into the king's palace
വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. ഓക്കെ, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ക്രച്ചസ് ഊന്നുവടി ഉപയോഗിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത് തന്നെ. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്. ഓക്കെ, ദ കിങ് ഷോഡ് ഹിം, കിങ് അദ്ദേഹത്തെ കാണിച്ചു. എന്താ കാണിച്ചത്? ദ ഗ്രെയിൻ, ഈ ഗ്രെയിൻ എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. ഓക്കെ, ദെൻ ബട്ട് ദ ഓൾഡ് മാൻ കുഡ് ഹാർഡ്ലി സീ ഇറ്റ്, അദ്ദേഹത്തിന് കാണാനേ കഴിയുന്നില്ല. ഹാർഡ്ലി മീൻസ് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നർത്ഥം, നെഗറ്റീവ് മീനിങ് ആണ്. ഹീ ടുക്ക് ഇറ്റ് ഹവർ ആൻഡ് ഫെൽറ്റ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ്. ഈവൻ ദോ ഹീ took the grain in his hand and felt it. കയ്യിലിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ തൊട്ട് നോക്കി. The king questioned him, saying, then king അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, can you tell me, old man, where such grain grew? പറയാൻ പറ്റുമോ ഇത് ഏത് സമയത്താണ് ഉണ്ടായിരുന്നത് എന്ന്, ഇതുപോലത്തെ ഗ്രെയിൻ? Have you ever bought such corn or sown it in your field? ഇതുപോലത്തെ എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ കൃഷി ചെയ്തിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. Okay, he was deaf means he was not able to listen. അത് കേൾവിയില്ല, കേൾക്കാനേ കഴിയുന്നില്ല, വളരെ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടായിട്ടാണ് രാജാവ് പറയുന്നത് മനസ്സിലായത് തന്നെ. അപ്പോൾ അദ്ദേഹം ആൻസർ പറയാണ്, നോ, ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോ എന്ന് ആൻസർ പറഞ്ഞു. ഐ നെവർ സോഡ് ഓർ റീപ്ഡ് എനി ലൈക്ക് ദീസ് ഇൻ മൈ ഫീൽഡ്. ഓക്കെ, ഐ നെവർ സോഡ് ഓർ റീപ്ഡ് എനി കോൺസ് ലൈക്ക് ദീസ് ഇൻ മൈ ഫീൽഡ്. ഞാൻ ഇതുപോലത്തത് കൃഷി ചെയ്തിട്ടേ ഇല്ല. നോർ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്, ഇതുപോലത്തെ ഞാൻ വാങ്ങിയിട്ടില്ല. വെൻ വി ബോട്ട് കോൺ, നമ്മൾ കോൺ വാങ്ങുന്ന സമയത്ത്, ദ ഗ്രെയിൻ വർ ഓൾവേസ് ആസ് സ്മോൾ ആസ് ദ ആർ നൗ. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ വളരെ സ്മോളായിരുന്നു ഞങ്ങൾ വാങ്ങുന്ന സമയത്ത്. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ, ഹി മൈറ്റ് നോ വേർ സച്ച് ഗ്രെയിൻ ഗ്രൂ. ഓക്കെ, യു ക്യാൻ ആസ്ക് മൈ ഫാദർ. മൈ ഫാദർ ഈസ് ഓൾസോ അലൈവ്. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. യു ക്യാൻ ആസ്ക് ഹിം, ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. There you can see the third question. Why did the peasant suggest that his father might give a better solution? അദ്ദേഹത്തിന് അച്ഛന് ഒരു സൊല്യൂഷൻ കാണാനും കഴിയും എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഹീസ് ഓൾഡർ ദാൻ ഹിം. അല്ല, അച്ഛൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കാൾ ഓൾഡർ ആണ് അല്ലേ. സോ ഹി വിൽ ഹാവ് മച്ച് എക്സ്പീരിയൻസസ് ദാൻ ഹിം. അദ്ദേഹത്തെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. സോ സംഹൗ he can answer the king. Okay, now let's move to the next page. The great grandfather. The king sent for the old man's father and he was brought before him. അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. He came walking on one crutch. ഇദ്ദേഹം ഒരു ക്രച്ചിലാണ്, ഒരു ഊന്നുവടിയിലാണ് വന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ വന്നതോ വിത്ത് 2 crutches ആയിരുന്നു. The king showed him the grain and the old peasant who was still able to see took a good look at it. Okay, this old man, he was able to see, കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനോ he was not able to see. Okay, so he took a good look at it. ഒന്ന് നന്നായിട്ട് നോക്കി. Then and the king asked him, രാജാവ് ചോദിക്കുകയാണ്, can you tell us, old man, where a corn like this used to grow? ഇങ്ങനത്തെ കോൺ എവിടെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? Have you ever bought anything like it or sown it in your field? ഇതുപോലത്തെ വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ കോൺ നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ? Though the old man was rather hard of hearing, he could hear better than his son. അദ്ദേഹത്തിൻ്റെ മകനേക്കാൾ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. So he was able to listen to the king. No, he said. He answered, no. ഇല്ല, ഞാൻ വാങ്ങിയിട്ടില്ല, ഇതുപോലത്തെ കൃഷി ചെയ്തിട്ടില്ല. I never sowed or reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. ഓക്കെ, നിങ്ങൾ വാങ്ങുന്നതിനെ പറ്റി ചോദിച്ചല്ലോ. അപ്പം ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം എൻ്റെ സമയത്ത്
ഞങ്ങൾ ക്യാഷ് ഇല്ല, വാങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ ക്യാഷ് വേണ്ടേ. സോ ക്യാഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം സാധനങ്ങൾ വാങ്ങാറുമില്ല. എവ്രി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ ആൻഡ് വെൻ ദർ വാസ് എനി നീഡ് വി ഷെയർഡ് വിത്ത് വൺ അനദർ. ഓക്കെ, എല്ലാവരും അവർക്ക് ആവശ്യമായത് അവർ തന്നെ കൃഷി ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ടെങ്കിൽ മറ്റൊരു വസ്തു കൊടുത്തിട്ട് മറ്റൊരു വസ്തു വാങ്ങും. ബാറ്റിൽ സമ്പ്രദായം. I do not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain, but I never saw any like this. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കോണ് എപ്പോഴാണ് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. എൻ്റെ സമയത്തുള്ള കോണുകൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വലുതായിരുന്നു. എനിവേ ഐ നെവർ സോ എനി ലൈക്ക് ദിസ്. ഇതുപോലത്തത് ഞാൻ എന്താക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. There you can see the fourth question. For in my time, money was not yet in use. How would the people have got the grain they wanted? ഓക്കെ, എൻ്റെ സമയത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് അവർക്ക് ആവശ്യമായ ഗ്രെയിൻ കിട്ടിയിരുന്നത്? എവ്രി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ. സ്വന്തമായി കൃഷി ചെയ്തു അല്ലേ? All right, so that's all for today. So you can listen to the classes, you can read the story again and again and answer these 4 questions. Write them to your notebook.